ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടുകളിലൊക്കെ നിരന്തരം ശല്യക്കാരായിക്കൊണ്ടിരിക്കുന്ന എലി അതുപോലെ തന്നെ പെരിച്ചാഴി വിറ്റകളൊക്കെ എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സാധനം കൊണ്ട് എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം കടലപ്പൊടിയോ മൈദപ്പൊടിയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എലികൾ കഴിക്കുന്ന ആ ഒരു എന്തെങ്കിലും ഒരു സാധനം എടുത്താലും മതി. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ചേർക്കുന്നത് ഹാർപ്പിക്കാണ്. ഇത് സാധാരണ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഹാർപ്പിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഹാർപ്പിക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഹാർപ്പിക്ക് ചേർക്കുന്നത് എന്തിനാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാർപ്പിക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് എലികളും അതായത് പെരിച്ചാഴികളൊക്കെ ഈ ഒരു ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാർപ്പിക്ക് അവരുടെ വയറ്റിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചത്ത് വീഴും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു എലികളെ ഈ ഒരു ഫ്ലേവർ അവർ ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എലികൾ ഇത് എടുത്ത് കഴിക്കുള്ളൂ. അപ്പോൾ കഴിച്ചെങ്കിൽ മാത്രമേ ഇവറ്റകളൊക്കെ ചത്ത് വീഴുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്നിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ല, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താലും മതി. ഇനി നമുക്ക് ഇത് ഓരോരോ ബോൾസ് ആക്കി എടുക്കാം, കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കട്ടോ. എന്നിട്ട് എലി പെരിച്ചാഴിയൊക്കെ ഇവയൊക്കെ എവിടെയാണ് വരുന്നത് കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിരട്ടയിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചെടുക്കാം. പിന്നെ ഇത് വെച്ചെടുക്കുന്ന ടൈമിൽ അതിൻ്റെ അടുത്ത് ബക്കറ്റിൽ വെള്ളമോ അല്ലെങ്കിൽ എവിടെയും വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് എലികളൊക്കെ ചിലപ്പോൾ ബക്കറ്റിൽ വെള്ളമോ അല്ലെങ്കിൽ വെള്ളമൊക്കെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാൽ അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്തൊന്നും വെള്ളമൊന്നും വെക്കാതിരിക്കുക. ബക്കറ്റിൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് മാറ്റുക കേട്ടോ. അതുപോലെ തന്നെ അടുക്കളയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി നമ്മളെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി വെക്കുക. കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ രാത്രി മാത്രം ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ രാവിലെ അതെടുത്ത് മാറ്റിയിട്ട് അവിടെയൊക്കെ നല്ലോണം ക്ലീൻ ആക്കി എടുക്കുകയും വേണം. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ എലിശല്യം അതുപോലെ പെരിച്ചാഴി ശല്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ഹാർപ്പിക്ക് വെച്ചുകൊണ്ടുള്ള ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും എലിശല്യം പരമാവധി കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും. കടകളിൽ പോയി കാശ് മുടക്കി രാസവസ്തുക്കളോ അല്ലാന്നുണ്ടെങ്കിൽ എലിക്കണിയോ അല്ലെങ്കിൽ എലിവിഷം ഒന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട ഒരാവശ്യമില്ല. നമുക്ക് വീടുകളിൽ എപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് എലികളെയും പെരിച്ചാഴികളെയൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്